പഞ്ചാബ് കിങ്സ് അവർ അങ്ങനെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഓരോ മത്സരം കഴിയുമ്പോഴും ആധികാരികമായ വിജയങ്ങൾ. എങ്ങനെയാണ് അത് അവർക്ക് സാധിക്കുന്നത്? ശ്രേയസ് അയ്യരും ടീമും ഈ വട്ടം കപ്പ് കൊണ്ടേ പോകുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ആദ്യ 6 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു മത്സരം പോലും തോൽക്കാത്ത ഏക ടീമാണ് പഞ്ചാബ് കിങ്സ്. എന്നതിലുമുപരി മാത്രമല്ല, അവർക്ക് ആകെ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടത് മഴ കാരണമാണ്. അതും കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ 2 വിക്കറ്റ് പവർ പ്ലേയിൽ തന്നെ എടുത്ത് അതിമനോഹരമായി തുടക്കം കിട്ടിയിരിക്കുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടത്. എന്നാലും കുഴപ്പമില്ല, അവർക്ക് ഇപ്പോഴും 6 കളികളിൽ നിന്ന് 11 പോയിൻ്റ് ഉണ്ട്. അവരെ തൊട്ടടുത്തൊന്നും ആരുമില്ല. ബാക്കി പിന്നിൽ നിൽക്കുന്ന ടീമുകൾക്കൊക്കെ 8 പോയിൻ്റേ ഉള്ളൂ. അവർ സേഫ് സോണിലാണ് ഫസ്റ്റ് സ്ഥാനത്ത്. എന്താണ് അവരുടെ ടീമിൽ അടിമുടി സംഭവിച്ചത്? കഴിഞ്ഞ കൊല്ലം തന്നെ മികച്ച ഫോമിലായിരുന്നു അവരുടെ ടീം. പക്ഷേ അവർ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. 2-3 സ്ലോട്ടിൽ ചെറിയ ചേഞ്ചസ് വരുത്തി. അത് അവരെ ഭയങ്കരമായി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം അവരുടെ ഒരു വീക്ക് പോയിൻ്റ് ആയിരുന്നു ഗ്ലെൻ മാക്സ്വെൽ, അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷ്. ഈ 2 ഓസ്ട്രേലിയക്കാർക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ സീസണിൽ അവർ ആദ്യ കടമ്പ. അവരാദ്യം തന്നെ അത് നിർവഹിച്ചു. അവർ കനോളി എന്നൊരു ന്യൂ പ്ലെയർ, ഓസ്ട്രേലിയയുടെ കൂപ്പർ കനോളി എന്ന് പറയുന്ന ഒരു പ്ലെയറെ കണ്ടുവച്ചിരുന്നു. ലേലത്തിൽ പുള്ളിയെ സ്വന്തമാക്കി. പക്ഷെ ആരും പുള്ളി ഫോം ആവുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് കളി തന്നെ പുള്ളി ടീമിന് വേണ്ടി എന്താ പറയുക, അതിമനോഹരമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ച് പെർഫോമൻസ് ചെയ്തു. അവിടെ ക്ലിക്കായി പഞ്ചാബിൻ്റെ വിജയം. പിന്നെ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലെടുത്താലും എന്താ പറയുക, അദ്ദേഹം നൽകുന്ന ഒരു 1 ഡൗണിൽ വന്ന് അദ്ദേഹം കളിക്കുന്ന ഒരു ഇന്നിങ്സ് പഞ്ചാബിനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകം നിറഞ്ഞ ഒരു ഇന്നിങ്സുകളാണ്. പഞ്ചാബ് ട്രാക്കിലാവാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി, അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ. പുള്ളി ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ക്യാപ്റ്റനാവാൻ വരെ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കാരണം അത്ര മനോഹരമായാണ് ടീമിനെ പുള്ളി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ബൗളിംഗ് ചേഞ്ച് ആയിക്കോട്ടെ. പിന്നെ പുള്ളിയുടെ ബാറ്റിംഗ് പെർഫോമൻസിൽ ഒരു ഇടിവ് സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. സാധാരണ ഒരു ആൾക്കൊക്കെ ക്യാപ്റ്റൻസി കിട്ടി കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഗെയ്ക്വാദ്, ഋതുരാജ് ഗെയ്ക്വാദ്, അങ്ങനെ കുറേ എക്സാമ്പിളുകളുണ്ട്. അജിങ്ക്യ രഹാനെ, ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് പുള്ളി പ്രൂവ് ചെയ്ത് പുള്ളിക്ക് ക്യാപ്റ്റൻസി ഒന്നൊരു പ്രഷറുള്ള കാര്യമില്ലാണ്. ഇതൊക്കെയാണ് മെയിൻ റീസൺസ്. പിന്നെ മൂന്നാമത്തെ റീസൺ, പഞ്ചാബിൻ്റെ ബൗളേഴ്സ് എല്ലാം ക്ലിക്കായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന ബൗളേഴ്സായ അർഷദീപ് സിംഗ്, നമ്പർ 1 ഇന്ത്യയുടെ ബൗളറാണ്. ബൂംറ കഴിഞ്ഞേന 2020 സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി ആദ്യ കളിയിൽ ഫോമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൂടിയായി ഇപ്പോൾ പഞ്ചാബ് ഡബിൾ സ്ട്രോങ് ആയി. പിന്നെ എന്നത്തെ പോലെ IPL ലെജൻഡ് യുവ്രാജ് ചഹൽ മികച്ചൊരു സ്പിന്നാണ് അവർക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സ്പിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ടീമും ഇന്നും വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ മോശമല്ല പഞ്ചാബ്. പിന്നെ ആണെങ്കിൽ അവർ ഓൾറൗണ്ടേഴ്സ്, നമ്പർ 1 ഓൾറൗണ്ടേഴ്സാണ് അവരെ കയ്യിലിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ അടിപൊളി ഓൾറൗണ്ടറായ സേവിയർ ബാർലൈറ്റ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ അടിപൊളി ജാക്ക് കാലിസിൻ്റെ രണ്ടാമനെന്ന് വിളിപ്പേരുള്ള മാർക്കോ ജാൻസൺ. ഇങ്ങനെ 2 ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സിനെ കിട്ടിയാൽ പിന്നെ വേറെ എന്താണ് ആ ഒരു ടീമിന് ആവശ്യം? അവർ ബോളും ചെയ്യുന്നുണ്ട്, ബാറ്റും ചെയ്യുന്നുണ്ട്. അതിന് 2 ഗുണങ്ങളാണ് പഞ്ചാബ് അവരെ വെച്ച് നേടുന്നത്. അപ്പോൾ അതൊക്കെയാണ് പഞ്ചാബിന് അഡ്വാൻറ്റേജസ് നൽകുന്ന വലിയ വലിയ പോയിന്റുകൾ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബിൻ്റെ ബാറ്റിംഗ് ഡെപ്ത്ത് അത് സമ്മതിച്ചേ പറ്റൂ. സ്റ്റാർട്ടിങ് തൊട്ട് ബാറ്റിംഗ് ഡെപ്തിൻ്റെ ഒരു കൂടാരം തന്നെയാണ്. 6-7 വിക്കറ്റ് പോകുമ്പോഴൊക്കെയാണ് ബാർലറ്റൊക്കെ വരുന്നത്, 7 വിക്കറ്റ് പോകുമ്പോഴാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി അവരുടെ ഡെപ്ത്ത്. പിന്നെ അവർക്ക് ഒരു അണ്ടർ റേറ്റഡ് ആയ ഒരു ബൗളറുണ്ട്, ഒരു ഇന്ത്യൻ പേസർ. ഇന്ത്യക്ക് വേണ്ടി ഒന്നും കളിച്ചിട്ടില്ല, അൺക്യാപ്ഡ് പ്ലെയറാണ്. വൈശാഖ് എന്നാണ് പേര്. പക്ഷേ പുള്ളിയുടെ ബോളിംഗ് ഞാൻ 2-3 കളി ശ്രദ്ധിച്ചു. പുള്ളി അതിമനോഹരമായി പന്തെറിയുന്നത്. കഴിഞ്ഞ സീസൺ തൊട്ടേ അവർക്ക് ഭയങ്കര അനുകൂലമായിട്ട് പുള്ളി പന്തെറിയുന്നുണ്ട്. യോർക്കറൊക്കെ സ്പെഷ്യലാണ് പുള്ളിയുടെ. പുള്ളിയെ അടിച്ച് പറത്താൻ അങ്ങനെ ആർക്കും അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ എടുത്ത് പറയേണ്ടത് യൂത്തും അതുപോലെ തന്നെ പ്രായം കൂടിയവർ, ഇവർ തമ്മിലുള്ളൊരു മിക്സായൊരു ടീമാണ് ഈ വട്ടത്തെ പഞ്ചാബ്. ഓപ്പണേഴ്സിനൊക്കെ എടുത്തറിയാം, പ്രഭസ്മരൻ സിംഗും ആര്യ, ഇവരൊക്കെ ചെറുപ്പം യൂത്തിൻ്റെ ആൾക്കാരാണ്. അവരൊക്കെയാണ് ഇവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. അവർ 1 ഡൗൺ വരുന്ന കൂപ്പർ കനോളി ആയിക്കോട്ടെ, എല്ലാവരും യൂത്താണ്. ഇനിയിപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് മാർക്കോസ് ടോനോയ്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ചഹൽ, ഇങ്ങനത്തെ ആ എക്സ്പീരിയൻസ് അർഷദീപ്, ശ്രേയസ് അയ്യർ, ഇങ്ങനെയുള്ള ആൾക്കാർ അവൈലബിൾ ആണ്. അപ്പോൾ യൂത്തും എല്ലാം കൂടി മിക്സായ ഒരു ടീമാണ് ഈ വട്ടം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് അവരുടെ പ്രത്യേകത. അവർ മനോഹരമായാണ് ഈ വട്ടം